Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Cubes International Group. Co-powered by Paradise Holidays. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ അത് നിങ്ങളുടെ തന്നെ നാളേക്ക് ഗുണം ചെയ്യും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഈ യുവാക്കളും യുവതികളും പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസ്, UK അതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു കൂട്ട പ്രയാണത്തെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? മലയാളികളുടെ വിദേശ പ്രയാണം പുതുമയുള്ള കാര്യമല്ല. കാരണം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ശതമാനം ജനങ്ങൾ വിദേശത്ത് താമസിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏകദേശം 90 ലക്ഷത്തോളം മലയാളികൾ കേരളത്തിന് പുറത്തുണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിലൊരു 30 ലക്ഷത്തോളം പേർഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഉണ്ടാവും. പക്ഷേ പണ്ടുകാലത്തുണ്ടായിരുന്ന ഈ വിദേശ പ്രയാണവും ഇപ്പോൾ വന്നിരിക്കുന്ന ട്രെൻഡും രണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ യുവാക്കൾ, ഈ പോകുന്നവരെല്ലാം യുവാക്കളാണ്. എന്ന് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ പ്രത്യേക നിയന്ത്രണമുണ്ട്. ഒരു പ്രായത്തിനകത്തുള്ളവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ ചില രാജ്യങ്ങളിൽ പ്രായം കൂടിയവരെ സ്വീകരിക്കാറുണ്ട്. ഞാൻ ഈ പ്രയാണത്തിൽ പങ്കെടുത്ത പലരുടെയും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുന്ന തൊഴിൽ അവരുടെ അർഹതയ്ക്കനുസരിച്ചല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പല സ്വാധീനങ്ങൾ, പല സംവരണങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കഴിവുള്ളവൻ അവൻ അർഹതപ്പെട്ട ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. 2, ഇവിടുത്തെ പഠന സമ്പ്രദായം പ്രായോഗികമല്ല. ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കും, പക്ഷേ ഇതെല്ലാം പഠിച്ചിട്ടൊരു ബിരുദം എടുത്തിട്ട് ഇവിടെ വെറുതെ നിൽക്കുക എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് നിൽക്കുക. ആ ബിരുദം കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ അതിന് അംഗീകാരം കിട്ടാതെ വരിക, അവിടെ വീണ്ടും പഠിക്കുകയും വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ ഇരട്ടിപ്പണി? നേരെ അവിടെ പോയി പഠിച്ചാൽ പോരെ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ടത്, ചില കോഴ്സുകളൊന്നും, ചില ബിരുദ കോഴ്സുകളൊന്നും പല രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടില്ല. ഇവിടുന്ന് പോകുന്നത് 3 ഇയർ കോഴ്സുകളൊന്നും പലയിടത്തും അംഗീകരിച്ചിട്ടില്ല. അതൊന്ന്. മൂന്നാമത്, ചെറുപ്പക്കാരുടെ ഒരു ഒപ്പീനിയൻ, ഇവിടെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഈ മോറൽ പോലീസിങ് വളരെ കൂടുതലാണ്. സ്വതന്ത്രമായിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ആളുകളോട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഭീതി ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. എന്നാൽ ഏത് വിദേശ രാജ്യത്ത് പോയാലും അവിടെ ഇങ്ങനെയുള്ള യാതൊരു സംഗതികളും ഇല്ല. ആരെങ്കിലും അവരുടെ ജീവിതം ഏത് രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് അവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോകുന്നത്. ഇനി ഇതിലൊക്കെ അതീതമായിട്ട് 4മതൊരു കാരണമുണ്ട്. അത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയുടെ ഒരു പ്രശ്നമാണ്. ഇവർക്ക് അർഹതപ്പെട്ട തൊഴിലുകളും വരുമാനവും കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. നമ്മുടെ ഇവിടെ കിട്ടുന്ന തൊഴിലുകളെല്ലാം തുച്ഛമായ വേതനം കിട്ടുന്ന തൊഴിലുകളാണ്. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പലയിടത്തും, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ആയാലും ഒരു എഞ്ചിനീയർ ആയാലും അവർക്ക് കിട്ടുന്ന വേതനം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്നവന് കൂടുതൽ കിട്ടും, കിട്ടാത്തവനൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ഉച്ചനീചത്വം ഇവിടെയുണ്ട്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് നമ്മുടെ യുവത വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ്. പണ്ടൊക്കെ ചേക്കേറുന്ന അധികം തൊഴിലിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന്, ഒരു ബിരുദം ഇവിടുന്ന് എടുത്തതിന് ശേഷം ഗൾഫിലൊരു ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊരു ജോലിക്ക് പോവുക, അല്ലെങ്കിൽ മലേഷ്യയിൽ ബിരുദം കിട്ടാത്തവർ മലേഷ്യക്കോ ശ്രീലങ്കയിലോ പോവും. അവിടെ ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കും. എന്നിട്ട് അവരുടെ ജീവിതകാലം കഴിയുമ്പോൾ അവരിങ്ങ് തിരിച്ചു പോരും. പക്ഷെ തിരിച്ചു പോരാതെ അവിടെ തന്നെ സ്ഥിരമായി നിന്ന കുറേ പേര് ഉണ്ട്. അത് കുറവായിരുന്നു അന്ന്. തിരിച്ചു പോരുകയായിരുന്നു പതിവ്. ഇപ്പോൾ പോകുന്നവർ അങ്ങനെയല്ല, അവരെന്നേക്കുമായി നാട് വിടുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥ നോക്കിയാൽ അറിയാം. കേരളത്തിൽ ഏകദേശം 87 ലക്ഷത്തോളം വീടുകളാണ് ഇവിടുത്തെ ഹൗസിംഗ് സ്റ്റോക്ക്. അതിൽ ഏകദേശം 13-14 ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കിടക്കുക, താമസിക്കാൻ ആളില്ല. മുമ്പൊക്കെ ഒരു ബിരുദം കഴിഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത പോലെ 1ാം ക്ലാസ് മുതൽ എൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേറങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാനെന്ന് കവി പാടിയ പോലെ ഇപ്പോൾ ബിരുദവും കൂടെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടാൻ എളുപ്പമാണല്ലോ. പിന്നെ തന്നെ ഇവിടെ ബിരുദം പഠിക്കുന്നതെന്ന് കരുതി
10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അസഹനീയമായ പ്രയാണമാണ്. ഇതിന് തടയിടണമെങ്കിൽ അവരോട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. മറിച്ച് കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, തൊഴിൽ രംഗങ്ങൾ നമ്മൾ മാറ്റിമറിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് വിപ്ലവം നമ്മൾ പറഞ്ഞാലും ഇവിടെ ആളുള്ള കാലത്തോളം അതൊക്കെ പ്രയോഗത്തിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും മാറണം. നമ്മുടെ സമൂഹവും മാറണം, നമ്മുടെ രാഷ്ട്രീയക്കാരും മാറണം, നമ്മുടെ ഭരണകർത്താക്കളും മാറണം. അല്ലാതെ പോകുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ. പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസി വിശേഷത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗൾഫ് രാജ്യത്ത്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്നായി ഇടപെട്ട് ആ പ്രവൃത്തി പരിചയം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ഇവിടെയും ഏറ്റവും നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് നമ്മുടെ നാടിനെ കൂടി നയിക്കുന്ന നമുക്ക് ഏറെ വിശേഷപ്പെട്ട ശ്രീ TP മുഹമ്മദാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം. താങ്ക് യു. സർ, ബിസിനസ് മേഖലയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നുപെട്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാഷൻ എവിടെ നിന്നാണ് ആ ഒരു സ്പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഞാനൊരു ബിസിനസ്സുകാരനായി വന്ന ആളല്ല, മറിച്ച് എൻ്റെ വിദ്യാഭ്യാസം നാട്ടിലും മദ്രാസിൽ MBA കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു സാധാരണ ഒരു കമ്പനിയുടെ മാനേജറായിട്ടാണ് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. ഏകദേശം 11 വർഷത്തോളം ഞാൻ ഒരു 2 കമ്പനികളിലായി ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് നീങ്ങുന്നതിനിടയിലാണ് എൻ്റെ സുഹൃത്തുക്കൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. അത് തീർച്ചയായും ഭാവി തലമുറക്ക് ഗുണപരമായ രീതിയിലേക്ക് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിത രീതിയെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെ മാറ്റിയെടുക്കാൻ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതാണ് എന്നെ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. TP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടേക്കാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന രീതി, കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? 2002 ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ജിദ്ദയിൽ അൽനൂർ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിലൂടെയാണ് വിദ്യാഭ്യാസം എൻ്റെ ഒരു പാഷനേറ്റ് ഏരിയ ആണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ രംഗങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ജിദ്ദയിൽ അൽഹുദ ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു, ദമാമിൽ അൽമുന ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു, അതുപോലെ തന്നെ റിയാദിൽ തന്നെ മോഡേൺ ഇൻ്റർനാഷണൽ സ്കൂൾ ഏറ്റെടുത്തു. ഹസയിൽ അൽഹസ എന്ന് പറയുന്ന സ്ഥലത്ത് ഹുദ അൽ നൂർ ഇൻ്റർനാഷണൽ സ്കൂൾ ആരംഭിച്ചു. 2014 ഞാൻ നാട്ടിലെത്തി എൻ്റെ നാട്ടിൽ കൂടി ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു രീതി നടപ്പിലാക്കണം എന്ന രീതിയിൽ വരികയും ഇവിടെ മലബാർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്കൂൾ ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ പേര് ശശി തരൂർ കഴിഞ്ഞ വർഷം വന്ന് പേര് മാറ്റി സീൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇപ്പം സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതി കൂടി നമ്മുടെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആസ്ക് ഐറ്റൻസുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. അത് ആദ്യമായി സൗദി അറേബ്യയിൽ ആദ്യത്താണ് അങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ കൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം മട്ടന്നൂർ പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? ഞാൻ സാധാരണ പറയുന്നൊരു വിഷയം, കുട്ടികൾ സ്കൂളിൽ വരാൻ ആവേശമുണ്ടാവണം. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ ലീവ് അനുവദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശമുണ്ടാക്കുന്നതിന് സന്തോഷിപ്പിക്കുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലൊരു ടർഫ് സംവിധാനം ചെയ്തിട്ടുണ്ട്, നല്ലൊരു ഗ്രൗണ്ട് സംവിധാനം. അപ്പോൾ കുട്ടികൾക്ക് കായിക രംഗത്തേക്ക് വളരാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസിനുള്ള എല്ലാ ചെസ്സ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ സ്കൂളിൽ ലൈഫ് സ്കിൽ സിനിമ ഒരു കുട്ടി ഓരോ ക്ലാസ്സിലും LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഓരോ വർഷം 10 ലൈഫ് സ്കിൽ സിനിമ, ഓക്കെ, സാധാരണ സിനിമയിൽ മറിച്ച് അവർക്ക് മോറലായിട്ടും മറ്റുള്ള സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സിനിമ. അത് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷത്തൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലും മറ്റൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരാശയം, അത് കുറച്ചും കൂടി നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു തിയേറ്റർ സംവിധാനം വേണം. അങ്ങനെ ഒരു സ്കൂളിൽ നല്ലൊരു 100 കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള നല്ലൊരു തിയേറ്റർ സിസ്റ്റം ഞാൻ സംവിധാനം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ പിന്നെ കമ്പ്യൂട്ടർ ലാബായാലും സയൻസ് ലാബായാലും അതൊക്കെ അതിൻ്റേതായ എല്ലാ സ്കൂളിലുള്ളതുപോലെ പക്ഷേ കുറച്ചും കൂടി നല്ല രൂപത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറമാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നതാണ് കുട്ടികളെ ഒരു ലൈവിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ഞങ്ങളൊരു നല്ലൊരു സ്റ്റുഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ന്യൂസ് റീഡിങ്, അതുപോലെ തന്നെ പ്രോഗ്രാം നിങ്ങളെപ്പോലെ ആങ്കറിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ
കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു ആവേശം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു യൂട്യൂബ് ചാനലിന് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കൂളിലെ മുഴുവൻ പരിപാടികളും പേരൻസിന് മെമ്മോ വഴി അയക്കുന്നതിന് പകരം ഞങ്ങൾ ഇത്തരം പരിപാടികളിലൂടെ സ്കൂളിൻ്റെ പരിപാടി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾ ന്യൂസ് റീഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ സംവിധാനങ്ങളിലും ഒരു പടി മുന്നിലാണ് സീൽ ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലെ ഇൻ്റർനാഷണൽ സ്കൂളുകളും. അപ്പോൾ ഇത് വേറെ ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും ലൈവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലകളോടൊപ്പം തന്നെ എനിക്ക് നാട്ടിൽ നല്ലൊരു കൃഷിയുണ്ട്. നല്ലൊരു ഫാം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. അത് പണം കിട്ടാൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താൽ ലാഭകരമല്ല എന്ന് എല്ലാവരും പറയുന്ന സ്ഥലത്ത് ഏകദേശം 12ഓളം ഏക്കർ സ്ഥലത്ത് പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം എൻ്റെ ബിസിനസ് മേഖല എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ BNB ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അത് നാട്ടിലെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന സ്റ്റേഷനറി സപ്ലൈ, സ്കൂൾ ആൻഡ് ഓഫീസ് സപ്ലൈ സാമഗ്രികളോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ മിക്കവാറും സ്കൂളുകൾക്ക് ബുക്ക് സപ്ലൈ ചെയ്യുന്നതും എൻ്റെ കമ്പനിയാണ്. നമുക്കറിയാം ഇത്രയും ബിസി ഷെഡ്യൂളുള്ള ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു ഭാഗം ഇതിലെന്താണ്, അവരൊരു കോൺട്രിബ്യൂഷൻ എന്താണ്? എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാട്ടിലായാലും സൗദിയിലായാലും ഇപ്പം 10th വരെയാണ് എൻ്റെ എല്ലാ സ്കൂളുകളും. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് 12th ആ 12th ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് സെൻ്ററായി കൊണ്ടുപോകാൻ, അതായത് എൻ്റെ സ്കൂളിൽ പഠിച്ച LKGയിൽ പഠിച്ച കുട്ടി 12th കഴിയുമ്പം അവന് വേറൊരു കോഴ്സ് നോക്കി പോകേണ്ട അവസ്ഥയില്ലാത്ത രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്ത് വിടുക എന്നതാണ് എൻ്റെ ഒരു ആശയം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും സൗദിയിലായാലും നാട്ടിലായാലും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഫാമിലിയെക്കുറിച്ച് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി ഒരു കട്ട സപ്പോർട്ടാണ്. എൻ്റെ വൈഫും 4 പെൺമക്കളാണ്. വ്യത്യസ്ത മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. ഇനിയും കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പാത്ത് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു നല്ലൊരു മാറ്റം നാട്ടിലും നമ്മുടെ പുതിയ സമൂഹത്തിനും നൽകണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ഫാമിലിയോട് കൂടിയുള്ള എൻ്റെ ജീവിതം സമ്പൂർണ്ണമാണ് എന്ന് തന്നെ എനിക്ക് ആഗ്രഹിക്കാം. ദെൻ ഇത്രയും സമയം നമുക്കറിയാം അത്രയും ബിസിയാണെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രവാസി വിശേഷം ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്ത സെഗ്മെന്റ് കാണുന്നവരേക്കും ബൈ ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ ഉണ്ട് 1 ഗ്രാമിൻ്റെ. നമുക്ക് വേണമെങ്കിൽ ചെറിയ ടൈപ്പിലുള്ള ജിമുക്ക്, അതായത് 1 ഗ്രാമിൽ വരുന്നത്. പിന്നെ അങ്ങോട്ട് 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാമിലൊക്കെ വരുന്ന ഐറ്റമാണ്. ഇത് 4 ഗ്രാമിൽ വരുന്നതാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ 5 ഗ്രാം 6 ഗ്രാം അതിൽ തന്നെ തട്ടായിട്ടുള്ള ഷീറ്റ് ജിമുക്ക. ഒരു ജിമുക്ക എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാൻസി മോഡലാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു ഫാൻസി ടൈപ്പ് മോഡൽ. പിന്നെ ഭരതനാട്യം ജിമുക്ക ആയിട്ടെന്ന് പറയുന്നത്. അതിൽ തന്നെ പിന്നെ വേറെ ഷീറ്റ് ജിമുക്ക തന്നെ ചെറിയ ബോൾ വരുന്ന ടൈപ്പ്
പല മോഡലിലെ എല്ലാവർക്കും പലതും പല ടേസ്റ്റാണ്. പിന്നെ ചിലർക്ക് പഴയ മോഡൽ തന്നെ പണ്ട് എല്ലാവർക്കും ഇങ്ങനത്തെ ചെറിയ തൂക്കമുള്ളത്. അതായത് ആ ഇതൊക്കെ എങ്ങനെയാ? ഇത് വരുന്നത് എത്ര ഗ്രാം? അത് 6 ഗ്രാം. 6 ഗ്രാം ബോൾ വരുന്നതുകൊണ്ട് അത്രയും വെയിറ്റ് വരുന്നത്. 4 ഗ്രാം. അപ്പൊ ഈ വലിയ ജിമിക്കുകളുടെ ഒക്കെ വെയിറ്റ് എങ്ങനെ? ഇതൊക്കെ 1 പവനിലാണ് വരുന്നത്. ഇതെല്ലാം 1 പവൻ. 1 പവൻ ഷീറ്റ് ജിമിക്കൽ തന്നെ വരുന്നത്. അത് 1 പവനിൽ വരുന്നത്. 1 പവനിൽ വരുന്ന ജിമിക്കുകളാണിത്. 2 മോഡലാണിത് കേട്ടോ. 1 പവനേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് പാലക്കയുടെ തന്നെ കമ്മൽ വരുന്നുണ്ട്. ആ പാലക്ക മാലയൊക്കെ വേണമെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ആ പറ്റുന്ന ടൈപ്പ്. പിന്നെ അതിൽ തന്നെ ഈ ചെറിയൊരു സ്റ്റഡിലുള്ള പേളിൻ്റെ സ്റ്റഡ് വരുന്നത്, അങ്ങനെയുള്ള ഐറ്റംസാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേർക്കുള്ള ഐറ്റംസ്, സ്റ്റഡായിട്ടുള്ള മോഡൽ മാമാട്ടിയൊക്കെ വരുന്ന ഐറ്റമാണ്. അത് ഒരു 2 ഗ്രാമിൽ വരുന്ന അല്ല, കുവൈറ്റി അല്ല, നോർമൽ തന്നെ. അതിൽ വൈറ്റ് ഗോൾഡ് വരുന്നതേ ഉള്ളൂ. അത് വരുന്നത് 2 ഗ്രാം ചില്ലറ വരുന്നുള്ളൂ. 2 ഗ്രാം ചില്ലറ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു ചെറിയ ജിമിക്ക വരുന്ന 1 ഗ്രാം തൊട്ടുള്ള ചെറിയ ജിമിക്കകൾ വരുന്നുണ്ട്. നേരത്തെ മഴത്തുള്ളിയും അതുപോലെ തന്നെ വേറെ മഴത്തുള്ളിയുടെ പിന്നെ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ 1.5 ഗ്രാമിൽ താഴെ വരുന്നത്. പക്ഷേ ഇത് വരുന്നത് 3 ഗ്രാം സ്റ്റോൺ വെയിറ്റ്. പിന്നെ അതിൽ ലെസ് ചെയ്ത് വരുമ്പോൾ 2.5 ആ ഒരു റേഞ്ച്, 2.5 ഗ്രാമിലൊക്കെ വരുന്ന ഐറ്റമാണ്. അതിൽ തന്നെ പേളിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പേളിൻ്റെ തന്നെ ടൈപ്പ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ വേറെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോഡലുണ്ട്. പേളല്ല, അതിൽ തന്നെയുള്ള മോഡൽ. ഇതെല്ലാം ഏകദേശം ഏത് റേഞ്ചിൽ വരുന്നത്? ഏകദേശം 2.5 ഗ്രാമിലാണ്. എല്ലാം 2.5 ഗ്രാം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എല്ലാം കുറച്ചൊരു ഹാങ്ങിങ് ഉള്ള ടൈപ്പാണ്. അപ്പം കുറച്ചുകൂടെ ലെങ്ത് ഹാങ്ങിങ് ഉള്ളതാണ്. നല്ല രസമായിരിക്കും. അല്ലാതെ ഒറ്റയ്ക്കിപ്പം നമ്മളിപ്പം മാല ഇട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറിയ കമ്മലാണെങ്കിലും നല്ല രസമായിരിക്കും. അത്യാവശ്യം ചെറിയൊരു ഹാങ്ങിങ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഐറ്റം എന്ന് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ജിമിക്ക എന്ന് പറയാൻ പറ്റില്ല. അതിൽ തന്നെ സ്റ്റോൺ വരുന്ന ഐറ്റം എല്ലാം 1 ഗ്രാം ചില്ലറ വരുന്ന ഐറ്റമാണ്. 1.5 ഗ്രാം വരികയല്ല, 1 ഗ്രാം ചില്ലറയൊക്കെ വരുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം സൂചി നൂലും കമ്മലും ഒക്കെയാണ്. അത് നമ്മുടെ ഇപ്പോഴും കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് അല്ലേ? ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് സൂചി നൂലും. അതിൽ തന്നെ ഇത് ബട്ടർഫ്ലൈ മോഡലാണ്. ഇത് ബട്ടർഫ്ലൈ മോഡലിലുള്ള സൂചി നൂലും കമ്മലാണ്. ആക്ച്വലി ഇപ്പോൾ ഇത് പഴയ ട്രെൻഡ് ആണെങ്കിലും ഇപ്പോഴും ഇതിന്റെ പിന്നെയും കുറച്ചുകൂടെ ഇതായിട്ട് ഇറങ്ങുന്നുണ്ട്. ചോദിച്ചു തന്നെ വരുന്നവരുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു വരുന്നവരുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും. ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. സോ ഈ ഒരു സെഗ്മെൻറ്റ് പൂർത്തിയാവുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. This is a dream, living this moment. Red it seems so enchanting and magical. Where did you lie? Living in paradise. Sani da pa, pa. Mapada, da pa pa ma ga ma re sa. Re sa sa ni da pa pa ni da pa pa ma ga ma ga re. When paradise calls, come and explore Kerala with the official host, Paradise Holidays. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാട്ടർ ആൻഡ് ലാൻഡ് റൈഡ്സ് ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. രാവിലെ 10 o'clock ഇത് ഇവിടെ ഓപ്പൺ ആകും. വൈകിട്ട് 6 മണി വരെ ഉണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാട്ടർ റൈഡ്സിലൊക്കെ കളിച്ച് ലാൻഡ് റൈഡ്സിലൊക്കെ കളിച്ച് 6 മണി വരെ വേറെ ഒന്നും അറിയണ്ട, ഹാപ്പി ആയിട്ട് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ടീമുണ്ട്. അവരുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചറിയാൻ വരും.
ഹായ്. ഹായ്, എവിടുന്ന് വരുന്നു? ഞങ്ങൾ നാവായിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ല തന്നെ. ഒരു ഫാമിലിയാണോ? ഒരു ഫാമിലിയാണ്. എൻ്റെ ബ്രദർ. ബ്രദറാണല്ലേ? അതെ. ഒന്ന് പരിചയപ്പെടാം. പേര്? അനീസ്. ഞാൻ ദുബൈയിലാണ്, വെക്കേഷൻ വന്നതാണ്. ഫാമിലി ആയിട്ട് ദുബായിലാണോ അതോ താങ്കൾ മാത്രം? ഞാൻ മാത്രമേ ഉള്ളൂ. അനസ്. ഞാൻ അവിടെ ഓൺ ബിസിനസ്സാണ്. ഇവിടെ നാട്ടിൽ തന്നെ? നാട്ടിലാണ്. മോട്ടോ കൺസെപ്റ്റ് കാർ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. പേര് ഫൗസിയ. പണക്കൊക്കെ മാറി. പേരെന്താ മോളുടെ? കൻസ. ഹലോ, പേടിച്ചാ? പേടിച്ചിട്ടുള്ളേ. എല്ലാം പേടിച്ചിട്ടല്ലേ? പേര് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വെള്ളത്തിൽ കളിക്കാം. അപ്പൊ പേടിക്കാനൊന്നുമില്ല. 5D മൂവി കാണാം, അതും സൂപ്പറാണ്. ഓക്കെ, ചിരിച്ചേ. പേരെന്താ? ഹനി അംബർ. മുഹമ്മദ് ഹംദാൻ അനീസ്. ഹദിയ അനീസ്. ദിമ്മ ആണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? ന്യൂസുകൾ ഒരുപാടുള്ള ഒരു സ്ഥലം അതേതാ? ന്യൂസിലാൻഡ്. കറക്റ്റ് ആണ്, പെട്ടെന്ന് കിട്ടി. ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ഫിലിംസ് ഒക്കെ കാണുമോ? എല്ലാ ഫിലിംസ് ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ ഫിലിമത്തെ ഒരു ഡയലോഗ് പറയാം. അത് ഏത് ഫിലിമിലെയാണെന്ന്. പഴയ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ പഴയ ഫിലിംസ്, മോഹൻലാലിൻ്റെ ഒക്കെ പഴയ ഫിലിംസൊക്കെ. ഓക്കെ, നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് പേടിയാണ്, മരിക്കാൻ നിനക്കും, പക്ഷേ ഇതിന് രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. അതാ ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് ഹോൾഡ് ചെയ്തത്. അത് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. നമുക്കൊരു ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ പേടിയൊക്കെ മാറിയിട്ട് വാങ്ങിച്ചോടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജംഗിൾ സഫാരി കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ പിള്ളേരിലൊക്കെ കണ്ടത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒരു ചെറിയ പേടി അവർക്ക് തോന്നിയതേ ഉള്ളൂ. ഇന്നത്തെ ഹാപ്പി ലാൻഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. ദിസ് ഇസ് സുകന്യ ടോക്കിംഗ് ടു യു. ഗുഡ് ഡേ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്നതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Cubes International Group. Co-powered by Paradise Holidays. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold.